ഓം ശാന്തി. ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അത്യാവശ്യത്തിനുള്ളതായിട്ടുള്ള ധനം എല്ലാവർക്കും ആവശ്യമാണ്. അത്യാവശ്യത്തിന് മാത്രം ധനം മതി എന്ന് വിചാരിക്കുന്നവർക്ക് അത് മതിയാവും. എനിക്ക് സമൃദ്ധമായ ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും നേടിയെടുക്കാം. എന്തുകൊണ്ടാണ് സിസ്റ്റർ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ധനം സമ്പാദിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ കളിയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 100% വിശ്വാസത്തോടു കൂടിക്കൊണ്ട് ഭഗവാനിൽ പൂർണ്ണ സമർപ്പണത്തോടെ എന്ത് ഭഗവാൻ തരുന്നു ആ സമ്പാദ്യത്തിൽ ഞാൻ സന്തോഷിച്ച് ജീവിക്കുന്നു എന്ന് കരുതിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാം. അത് ഒരു വലിയ വിഭാഗം ആളുകളുടെ വിശ്വാസമാണ്. അത്തരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഭഗവാന്റെ കൂടെ ജീവിക്കാൻ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ എന്നെല്ലാം വന്നിട്ടുണ്ടോ അതിനെല്ലാം എനിക്ക് ആവശ്യത്തിലധികം ധനമാവട്ടെ, സ്നേഹമാവട്ടെ, ആളുകളാവട്ടെ, ശക്തിയാവട്ടെ എല്ലാം തന്നുകൊണ്ട് ഭഗവാൻ കൂടെ നിൽക്കുന്നുണ്ട്. ആ ജീവിതത്തിൻ്റെ സുഖം നമുക്ക് വർണ്ണിക്കാനാവാത്ത സുഖമാണ്. ഒപ്പം നിങ്ങൾ കുടുംബത്തിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ഒരു ചെറിയ ടെക്നിക്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ നമ്മൾ പറയും ഒരു പൊടിക്ക് കൂടി ഉപ്പിട്ടോളൂ, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഉപ്പിട്ടോളൂ, ഒരു നുള്ളു ഉപ്പ് ചേർത്തോളൂ. പല ഭാഷ നമ്മുടെ മലയാളത്തിൽ തന്നെ പല നാട്ടിൽ പല വിധത്തിലല്ലേ പറയുക. ഏത് വിധത്തിൽ പറയുകയാണെങ്കിലും പറയും അതും കൂടി ഇട്ടാൽ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വന്നത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. മീൻസ് ഒരു കാര്യത്തിൽ ഉപ്പ് പെർഫെക്റ്റ് ആവുമ്പോൾ ആ ടേസ്റ്റ് പെർഫെക്റ്റ് ആവും. ടേസ്റ്റിന് വേണ്ടി മാത്രമാണോ ഉപ്പ് ഉപയോഗിക്കുന്നത്? അല്ല കേട്ടോ. ഉപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ തരുന്നുണ്ട്. ഉപ്പെടുത്തുകൊണ്ട് ചെറിയ മക്കൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കല്യാണപ്പുരയിൽ പോയി തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഒരു വീട്ടുകൂടലിന് പുറത്ത് പോയി തിരിച്ചു വന്നു, കുട്ടി അനാവശ്യമായി കരയാണ്. നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് കുട്ടിയെ എങ്ങനെ ഒഴിഞ്ഞ് കളയാറുണ്ട്. കാരണം ഉപ്പ് നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന സാധനമാണ്. എങ്ങനെയാണോ ഓരോ സാധനത്തിന്, തുളസി ഇല അതിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ് തുളസി ഇല. മഞ്ഞൾ മുറിവിലിട്ട് നമ്മളത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആ മുറിവ് അങ്ങനെ ഒട്ടിയ പൊസിഷനിൽ, ചെറിയ മുറിവാണെങ്കിൽ അത് ഒട്ടിയ പോലെ തന്നെ അവിടെ നിൽക്കാറുണ്ട്. അഥവാ എനക്കാതെ നനയ്ക്കാതെ അത് കെട്ടി വെച്ചൊരു ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മുറിവ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു ഔഷധ ഗുണമുണ്ട്, എനർജി ലെവലിലും അതിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഉപ്പിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. കുറച്ച് ഉപ്പിനെ നിങ്ങൾക്ക് മാധ്യമമാക്കി ഉപയോഗിച്ചുകൊണ്ട് മാനിഫെസ്റ്റേഷന് കുറച്ചുകൂടെ ഈസി ആക്കിക്കൊണ്ട് ധനത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും.